PSC ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5, 7, 9 ക്ലാസ്സുകളെ മാറിയ പാഠപുസ്തകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മാറിയ പാഠപുസ്തകത്തിൽ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ മുഴുവൻ മാറിയ ചാപ്റ്റേഴ്സും ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സാണ്. അതിൽ സെക്കൻഡ് ചാപ്റ്ററാണ് കേട്ടോ ഇത്. ഭരണഘടനയും വഴിയും വഴികാട്ടിയും. ഇതിനു മുമ്പുള്ള 2 ചാപ്റ്റേഴ്സ് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് 3ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ 3ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഭരണഘടന. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 1ാം സ്വാതന്ത്ര്യ സമരം. നോട്ട് ചെയ്തു വച്ചേ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്നെത്ത ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് PSC ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒരു ലൈക്ക് അടിച്ച് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ. അതുപോലെ തന്നെ നമുക്ക് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ HSA സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ KTET, മിഷൻ LPUP 2026-27, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, 10th പ്രിലിംസ്, LGS, ഇതിനൊക്കെ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതൊരു PSC പരീക്ഷയ്ക്കും SCERT പാഠപുസ്തകങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞു വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് SCERT പാഠപുസ്തകങ്ങൾ പഠിച്ചിരിക്കണം. SCERT പാഠപുസ്തകങ്ങൾ മികച്ച രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടി സമഗ്രമായി നമ്മൾ SCERT പാഠപുസ്തകത്തെ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഫുൾ ഓരോ ചാപ്റ്റേഴ്സും കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്. പഴയ ചാപ്റ്റേഴ്സും പുതിയ ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്തുകൊണ്ട് 3 സെറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമുക്ക് SCERT സോഷ്യൽ സയൻസിന് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും SCERTയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ SCERT എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് അയച്ച് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കട്ടെ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് പഠിക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ഇത് 1857 1ാം സ്വാതന്ത്ര്യ സമരം. സൈനികർ, ഗോത്രവർഗ്ഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂടെയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിലെ ആധിപത്യം സ്ഥാപിക്കുകയും ഇന്ത്യയിലെ ജനങ്ങളെ അടിമകളാക്കി ഭരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു പരിധി വരെ നല്ല രീതിയിലുള്ള വിജയം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കുകയും ഇവിടുത്തെ ജനങ്ങളെ അവർ അടിമകളാക്കുകയും അവരുടെ രാജ്യത്തേക്ക് ഇവിടെ നിന്ന് വേണ്ട എല്ലാ ഭൂസ്വത്തുക്കളും ഇവിടുത്തെ സാംസ്കാരികം പോലുള്ള എന്തൊരു കാര്യങ്ങളായാലും ഇവിടെ നിന്ന് അവർ ചോർത്തിക്കൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇവർ നമ്മളെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ കുറേ അടിച്ചമർത്തലുകളുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് 1857 ജനരോക്ഷം 1ാം സ്വാതന്ത്ര്യ സമരമായി ബന്ധപ്പെട്ട് ഒരു വിപ്ലവം എന്തിലേക്ക് ഉണ്ടാകുന്നു? ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉണ്ടാകുന്നു. അതിനകത്ത് സ്വാതന്ത്ര്യ സൈനികർ, ഗോത്രവർഗ്ഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ എല്ലാവരും ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ അണിനിരക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ 1ാം സ്വാതന്ത്ര്യ സമരം വിജയിച്ചില്ലെങ്കിൽ പോലും എല്ലാവരിലും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊരു കോൺസെപ്റ്റ് ഉയർന്നു വരുന്നതിന് അത് കാരണമായി തീർന്നു. കാരണം അത്രയും കാലം അടക്കി വച്ച ആ സ്വാതന്ത്ര്യമില്ലായ്മ എത്രമാത്രമാണെന്ന് 1ാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞോടുകൂടി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടണം, നിങ്ങൾ ഞങ്ങൾ അനധികൃതമായിട്ട് ഭരിക്കുന്നതാണ് എന്നൊരു കോൺസെപ്റ്റ് ജനങ്ങളിലേക്ക് വരികയും അതിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള അസോസിയേഷനുകൾ രൂപപ്പെടുകയും ചെയ്തു. അതിൽ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങൾ. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിലൊരു സംഘടന ഉയർന്നു വന്നു. അതാണ് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ പങ്കെന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നത് വരെ അവർ നമ്മളോടൊപ്പം പോരാടുകയും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും കാരണമായി തന്ന വലിയൊരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ദേശീയതലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭക്കൊരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടെ ദേശീയബോധം വളർത്തുക തുടങ്ങിയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരും ഉറപ്പാക്കും എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ബഹുജന സ്വഭാവം
മനോഭാവം കൈവന്നത്. ഗാന്ധിയുടെ സ്വാധീനം സാമൂഹ്യ നീതിയിലും അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ സ്വാതന്ത്ര്യം, സാമൂഹ്യ നീതിയുമായി അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണങ്ങളുടെ അടിത്തറയാകേണ്ടത് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടും നമ്മുടെ ഭരണഘടന നിർമ്മാണത്തെ സ്വാധീനിച്ചത്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1855 വന്നതും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. പിന്നീട് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതിനും കൂടുതൽ ആളുകളെ തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ തങ്ങൾ അടിമകളായിട്ടാണ് ജീവിക്കുന്നതെന്നൊരു കോൺസെപ്റ്റ് ജനങ്ങളിൽ ഉണർത്തിയെടുക്കാനും തങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മഹത്തായ ഒന്നിലേക്ക് ജനങ്ങളെ നയിക്കപ്പെടുന്നതിനും ഈ ഗാന്ധിജിയുടെ കടന്നുവരവും ഒരുപാട് സഹായകരമായി തീർന്നു. ഇനി ഭരണഘടനയുടെ മുൻഗാമി. ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടരുന്നത്. അപ്പോൾ ഭരണഘടന മുൻഗാമി എന്ന് പറയുന്നതാണ് 1935 പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. എന്നാണ് 1935. അപ്പോൾ റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടരുന്നത് എന്താണ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ആക്ട് ആണ് കേട്ടോ. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കുറച്ച് സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളി എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ, അതുപോലെ 321 വിഭാഗങ്ങളും 10 പട്ടികകളും കേന്ദ്രത്തിലും അന്നത്തെ പ്രവിശ്യയ്ക്കുമായി അധികാരം വിഭജിച്ചു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? 6 പ്രവിശ്യകൾ, ദ്വിമണ്ഡല സഭകൾ, 301 വിഭാഗങ്ങളും 10 പട്ടികകളും, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ, കേന്ദ്രത്തിൽ അന്നത്തെ പ്രവിശ്യയ്ക്കുമായി അധികാരം വിഭജിച്ചു, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ആക്ടിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനുമായി ഇന്ത്യ ഗവൺമെൻറ് ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഒന്നായിരുന്നു സ്വാതന്ത്ര്യം ഇന്ത്യക്കാരിലുള്ള നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഇപ്പോൾ തന്നെ പഠിച്ചേ 1946 ഡിസംബർ 9. നിർമ്മാണ കാലയളവ് 2 വർഷവും 11 മാസവും 17 ദിവസവും. നിർമ്മാണ കാലയളവ് എന്തൊക്കെയാണ്? 2 വർഷവും 11 മാസവും 17 ദിവസവും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കറാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കറാണ്. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. എന്നാണ് ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെക്കുന്നത്? 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. അന്ന് എന്ത് ചെയ്തു? ഇന്ത്യ റിപ്പബ്ലിക്കായി. അപ്പോൾ എന്തൊക്കെയാണ് ഭരണഘടന നിർമ്മാണ സഭയുടെ സവിശേഷത? കാലയളവ് എത്രയാണ് ഭരണഘടന ഉണ്ടാക്കാൻ എടുത്തത്? 2 വർഷവും 11 മാസവും 17 ദിവസവും. ആദ്യ സമ്മേളനം നടന്നെന്നാ 1946 ഡിസംബർ 9. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചതെന്ന 1949 നവംബർ 26. നിലവിൽ വന്നതെന്ന 1950 ജനുവരി 26. മാറിപ്പോവല്ലേ? ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. നിലവിൽ വന്നതെന്ന 1950 ജനുവരി 26. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻ ആരാ? ഡോക്ടർ BR അംബേദ്കർ. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദും. ഇനി ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കി നിയോഗിക്കപ്പെട്ട ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യശില്പി ആരാ? ഡോക്ടർ BR അംബേദ്കർ. ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി? ഡോക്ടർ BR അംബേദ്കർ. 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടന വിശദ പഠനത്തിന് വിധേയമാക്കി ഉണ്ടായി. മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടന നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇന്ത്യക്ക് വൈവിധ്യവും ചരിത്ര പാരമ്പര്യവും സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടന എന്ന ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 60ഓളം രാജ്യങ്ങളിൽ ഭരണഘടന പഠിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ മഹത്തായിട്ടുള്ള ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. ഇനി സവിശേഷതകൾ എന്തൊക്കെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? ഇന്ത്യയുടേതാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാ?
ഇന്ത്യയുടെയാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടന. എന്താ നിലവിൽ വന്നേ? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ആ ഭരണഘടന 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാ? ഇന്ത്യയാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിൽ 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകളും ഉണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷത? പാർലമെൻറ്റ് ജനാധിപത്യ ഭരണം. എന്തെന്നാണ്? പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ഇനി ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ജനങ്ങളിൽ. ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ. എന്താണ്? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങൾ. എന്താണ് മൗലിക അവകാശങ്ങൾ? ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളെ മൗലിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നു. എന്താണ് മൗലിക കടമകൾ? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ. എന്തൊക്കെയാണ് ഈ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ? സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെയാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് വിളിക്കുന്നത്. അടുത്തത് നിയമവാഴ്ചയാണ്. എല്ലാ പൗരനും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. അപ്പം എല്ലാ പൗരന്മാരും എന്താണ്? നിയമത്തിന് വിധേയരാണ്. ആരും തന്നെ നിയമത്തിന് അതീതരല്ല. ഇനി സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തി എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. സ്വതന്ത്ര നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗങ്ങളിൽ സ്വാതന്ത്ര്യമാക്കപ്പെട്ട കോടതി സംവിധാനം. അപ്പം ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സവിശേഷത. ഇതൊക്കെയാണ് പാർലമെൻറ്റ് ജനാധിപത്യ ഭരണം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അതുകൂടാതെ എന്തും കൂടെയുണ്ട്? ഫെഡറലിസം, ഏകപൗരത്വം. എന്താണ് ഫെഡറലിസം? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കുന്ന സംവിധാനം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കുന്ന സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. എന്താണ് ഏകപൗരത്വം? രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. അപ്പോൾ നമുക്ക് എന്താണ്? ഇന്ത്യ എന്നൊരു ഒറ്റ പൗരത്വം വ്യക്തിയുണ്ട്. അപ്പോൾ കേരളത്തിന് പ്രത്യേക പൗരത്വം, തമിഴ്നാടിന് പ്രത്യേക പൗരത്വം, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകമായ പൗരത്വമില്ല. കേരളത്തിൽ എന്താണ്? ഇന്ത്യക്ക് ഫുള്ളായിട്ട് ഒറ്റ പൗരത്വം, ഒരൊറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. അതാണ് എന്ത്? ഏകപൗരത്വം. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താ? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കുന്ന സംവിധാനമാണ് എന്ത്? ഫെഡറലിസം എന്ന് പറഞ്ഞത്. ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭരണഘടനയുടെ സവിശേഷതകൾ. നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഭരണഘടന വ്യവസ്ഥയ്ക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമം നിർമ്മിക്കാൻ കഴിയൂ. സർക്കാരുകൾ നിയമം നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവഹിച്ചിരിക്കുന്നു എന്നർത്ഥം. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനം ഭരണഘടനയ്ക്ക് ഉള്ളതാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം 2012 വന്നു കേട്ടോ. പോക്സോ ആക്ട് നിലവിൽ വന്ന എന്നാണ്? 2012. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമം തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളുന്ന നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളിനും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. അപ്പോൾ പോക്സോ ആക്ട് നിലവിൽ വന്ന 2012 ഓർക്കുക. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയായിട്ടാണ്, ലിംഗഭേദമില്ലാതെ കുട്ടിയായിട്ടാണ് നിയമത്തിന് കീഴിൽ പരിഗണിക്കുന്നത്. ഭയരഹിതവും സുരക്ഷിതവുമായ സമൂഹം ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. സ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയാൻ കഴിയണം. ഇത്തരം പ്രവർത്തികളോട് അരുതെന്ന് പറയാൻ, അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് 19 പ്രകാരമാണ്. അപ്പോൾ ലൈംഗിക കുറ്റകൃത്യങ്ങൾ കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള വകുപ്പ് എത്ര പ്രകാരമാണ്? വകുപ്പ് 19 പ്രകാരമാണ്. സെക്ഷൻ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണ് നിയമത്തിന് വിവരിക്കുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസറാണ്. പോക്സോ കേസ്
കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആരാണ്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്ന് അറിയപ്പെടുന്നു. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കേരള സംസ്ഥാന ബാലാവകാശ നിരീക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം എന്താണ്? നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോക്സോ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ എന്ന നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് പൗരന്മാരുടെ അവകാശങ്ങൾ കടമകളും സ്ഥാപിക്കുക, അതുപോലെ ഗവൺമെൻറ് അധികാരങ്ങളും പരമാധികാരങ്ങളും വ്യക്തമാക്കുന്നു, രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു, സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായിട്ടുള്ള സംരക്ഷണ കവചമായി വർദ്ധിക്കുന്നു, അതുപോലെ രാജ്യത്തിൻ്റെ ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖകളെ നിലകൊള്ളുന്നു, ജ്ഞാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു, രാജ്യത്തിൻ്റെ എല്ലാ ഭരണ സംവിധാനങ്ങളെയും ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്നെന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? പ്രധാനപ്പെട്ട ഭരണഘടന ധർമ്മങ്ങൾ. ഏതൊക്കെയാണ്? പൗരന്മാരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു, രാജ്യത്തിൻ്റെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്നു ഉറപ്പുവരുത്തുന്നു, ജ്ഞാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു, രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖകൾ നിലകൊള്ളുന്നു, സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായി സംരക്ഷണ കവചമായി വർത്തിക്കുന്നു, രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു, ഗവൺമെൻറ് അവകാശങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. ഇനി അടിത്തറ ഇളക്കരുത്. 1973 കാസർഗോഡ് എഡിനർ മഠത്തിൻ്റെ അധീനയായിരുന്ന കേശവാന ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടന അടിസ്ഥാന ഘടനയുടെ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. അപ്പോൾ 1973 കാസർഗോഡ് എഡിനർ മഠത്തിൻ്റെ അധിപതിയായിരുന്ന കേശവ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടന അടിസ്ഥാന ഘടന യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കപ്പെട്ടത് 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥ ഭരണഘടന 21-ാം വകുപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് വന്നിട്ടുള്ളത്? 2009 ഓഗസ്റ്റ് 4 എന്നാണ്. 2009 ഓഗസ്റ്റ് 4-ലാണ് നിയമം വരുന്നത്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുന്ന വിദ്യാഭ്യാസ മൗലിക അവകാശം എന്താണ്? ആർട്ടിക്കിൾ 21A പ്രകാരം വിദ്യാഭ്യാസ മൗലിക അവകാശപ്പെട്ടതെന്നാണ് 2002 86-ാം ഭരണഘടന പ്രകാരം വ്യവസ്ഥകൾ ഭരണഘടന ഏതിൽ കൊടുത്തിരിക്കുന്നു? 21A പാർട്ടി കൊടുത്തിരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിലവിൽ വന്നെന്നാ ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4-ന് നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം വന്നിട്ടുള്ളൂ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക്. ഇനി ചെറു ഭരണഘടന 1976-ലെ 42-ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയുടെ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതി വരുത്തിയിരുന്നു. സുപ്രധാന നിരവധി മാറ്റങ്ങൾ വരുത്തിയ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നു. അപ്പോൾ ചെറു ഭരണഘടന വിളിക്കുന്ന ഏത് ഭരണഘടന ഭേദഗതിയാണ്? 42-ാം ഭേദഗതിയാണ് കേട്ടോ. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടന ആമുഖത്തിൽ എഴുതി ചേർത്തത് ഈ ചെറു ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വ്യത്യസ്ത താല്പര്യങ്ങളുടെ സമൂഹമാണ് നമ്മുടേത്. ഏതെങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടന ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമായി ഇങ്ങനെ ഉയർന്നു വരുന്ന എതിർപ്പുകളെ ഭരണഘടനാപര ജനാധിപത്യ വിരുദ്ധമായി സമീപിക്കേണ്ടത്. വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷത, ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയല്ലോ. ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതും നമ്മുടെ ഭരണഘടനയെക്കുറിച്ചും അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെക്കുറിച്ചുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളെല്ലാം PSC ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടിയാണ്. കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ആർക്കെങ്കിലും SCRTയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ SCRT എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.